ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 12 ഫെഡറൽ ഇൻസ്പെക്ടർ ജനറൽമാരുടെ സമിതികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ വിവാദങ്ങൾ ഒഴിയാത്ത തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. കുടിയേറ്റം, വിദേശ സഹായം തുടങ്ങിയ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. ഭരണനിർവഹണത്തിലെ ശുദ്ധികലശത്തിന്റെ ഭാഗമായിട്ടാണ് 12 ഫെഡറൽ നിരീക്ഷക സമിതികൾ പിരിച്ചുവിട്ടത്. താൻ തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളെന്നും ബൈഡന്റെ 4 വർഷത്തെ ഭരണകാലത്ത് ചെയ്തു കാണിക്കാൻ കഴിയാത്തത് താൻ ഒരാഴ്ചയിൽ നടപ്പിലാക്കിയെന്നും ട്രംപ് അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ നടപടി ഉദ്യോഗസ്ഥരുടെ രോഷത്തിനും നിയമപരമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾക്കും കാരണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇൻസ്പെക്ടർ ജനറലിനെ പുറത്താക്കിയത് എന്ന് ചോദിച്ചപ്പോൾ പുതിയ ട്രംപ് ഭരണകൂടവുമായി യോജിച്ചു പോകാത്ത മുൻ ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗങ്ങൾ ഉപേക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമമാണ് ഈ നീക്കമെന്നാണ് അധികൃതർ പറഞ്ഞത്. ഈ രീതിയിലുള്ള പിരിച്ചുവിടലുകൾക്ക് മുമ്പ് 30 ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ് നിയമമെന്നും വിമർശകർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ട്രംപ് ഈ നടപടി കൈക്കൊണ്ടത്. ഇത് നിയമപരമായി തെറ്റാണ് എന്നാണ് വിമർശകർ പറയുന്നത്. ട്രംപിന്റെ ആദ്യത്തെ ടേമിലാണ് ഇപ്പോൾ പിരിച്ചുവിട്ട ഇൻസ്പെക്ടർ ജനറൽമാരിൽ പലരെയും നിയമിച്ചത്. പല വിഷയങ്ങളിലും ട്രംപ് എടുക്കുന്ന തീരുമാനം വളരെ ശക്തമായിട്ടുള്ളതാണ്. കാരണം ഇസ്രായേലും ഇന്ത്യയും അമേരിക്കയും ഒറ്റക്കെട്ടായിട്ടാണ് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിൽക്കുന്നത്. രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയം വന്നാലും ശരി, ഒന്ന് ചീഞ്ഞ് ഒന്നിന് വളമാകും. ഒരു കുടുംബം ഇല്ലാതായാൽ ഒരു സമൂഹം നന്നാകുമെങ്കിലാകണം. ഒരു വ്യക്തി ഇല്ലാതായാൽ ഒരു കുടുംബം നന്നാകുമെങ്കിലാകണം. ഒരു നാടില്ലാതായാൽ ലോകം മുഴുവനും നന്നാകുമെങ്കിലാകണം. ഇതൊക്കെയാണ് ട്രംപും നെതന്യാഹുവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ഇപ്പോൾ ഗാസ മുനമ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതാണ്. നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട, നിങ്ങളുടെ സ്വന്തം മതവിഭാഗമായ, നിങ്ങളുടെ മതസമുദായത്തിൽപ്പെട്ട ആളുകൾ മതരാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി കുടിയേറേണ്ടത് ഇസ്രായേലിലേക്കല്ല, അമേരിക്കയിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ല. അറബ് രാജ്യങ്ങളുണ്ടല്ലോ, 57, 58, 59ഓളം രാജ്യങ്ങളുണ്ടല്ലോ, അവരേറ്റെടുക്കട്ടെ. നിങ്ങളുടെ സമുദായത്തിന് നിങ്ങൾ പണവും തീവ്രവാദവും ആയുധവും മാത്രം നൽകി സഹായിച്ചാൽ പോരാ, നിങ്ങൾ അവരെ ഏറ്റെടുക്കുക കൂടി ചെയ്യണം. കാരണം ഓരോ വർഷത്തിലും ഓരോ സീസണുകളിലും അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ മിടുക്കന്മാരാണല്ലോ. അതുപോലെ അഭയാർത്ഥികളെ സ്വീകരിക്കണം, അവർക്ക് നിങ്ങൾ സംരക്ഷണം നൽകണം, അഭയം കൊടുക്കണം, വേണ്ടി വന്നാൽ പൗരത്വവും കൊടുക്കണം. എന്നിട്ട് അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ അങ്ങ് അനുഭവിക്കണം. അല്ലാതെ പടച്ചോനെ ആരാധിക്കാത്ത ജൂതന്മാരുടെയും മറ്റുമൊന്നും തലയിലല്ലത് കെട്ടിവെക്കേണ്ടത് എന്നാണ് ട്രംപ് പറഞ്ഞത്. യോജിക്കുന്നു ലോകരാജ്യങ്ങൾ മുഴുവനും അതിനോട്. യുദ്ധം തകർത്ത ഗാസയെ ശുദ്ധീകരിക്കണമെങ്കിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി താൻ ഇക്കാര്യം സംസാരിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഫത്താൽ സിസിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായതിൽ ജോർദാനെ അഭിനന്ദിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഈജിപ്തും ജോർദാനും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കണം. 10-50 ലക്ഷം ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗാസ മുനമ്പ് ആകെ താറുമാറായി കിടക്കുകയാണ്. ഗാസയിൽ കഴിഞ്ഞ കുറെ നാളുകളായി സംഘർഷം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ആ പ്രദേശമുള്ളത്. നിരവധി പേരാണ് അവിടെ മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് അറബ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ഈ സ്ഥലത്ത് അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പരാമർശങ്ങൾ പതിറ്റാണ്ടുകളായി US പിന്തുടർന്നു വരുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചിരുന്ന US വിദേശ നയത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യതിയാനമാണിത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പലസ്തീനികളെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്ന് വാദിച്ച ഇസ്രായേൽ സർക്കാരിലെ ചില തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളുടെ വീക്ഷണമാണ് ട്രംപിന് എന്നത് ശ്രദ്ധേയമാണ്. ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായി ഇത് നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ രഹസ്യമായി ഇത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കൂസലില്ലാതെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബൈഡൻ ഇത് പറയാൻ ധൈര്യമില്ല, നെതന്യാഹുവിന് ഇത് പറയാൻ ധൈര്യമില്ല, ട്രംപിന് ഇത് പറയാൻ ഭയവുമില്ല. ഒരൊറ്റ അഭയാർത്ഥിയെ പോലും അമേരിക്കയിലേക്ക് കയറ്റാൻ സമ്മതിക്കാത്ത ട്രംപാണ്
ഈജിപ്തിനോടും ജോർദാനോടും ഗാസ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. കാരണം അവരുടെ വിഭാഗമാണ്. അവരൊക്കെ കൂടി ഉണ്ടാക്കുന്നതാണ് ഈ പ്രശ്നം. ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞോളാൻ പറയുന്നത് അവരാണ്. ഇവർക്ക് വേണ്ടുന്ന ആയുധവും ധനസഹായവും മോട്ടിവേഷനും നൽകുന്നത് അവരാണ്. തുർക്കിയിലേക്ക് വെക്കോ, ഈജിപ്തിലേക്ക് വെക്കോ, ഖത്തറിലേക്ക് വെക്കോ, അമേരിക്കയിലേക്ക് വരണ്ട, ഇതല്ലേ ട്രംപ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ജോർദാനിലെ അബ്ദുള്ള രാജാവ് ഈ നിലപാടിനെ പണ്ടേ എതിർത്തിരുന്നു. പക്ഷേ ഈജിപ്ത് പ്രസിഡന്റ് അൽസീസിയും ഈ നിർദ്ദേശത്തെ അപലപിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് പറഞ്ഞത് കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ജോർദാൻ രാജാവ് ഈ സമീപനത്തെ സ്വീകരിച്ചത്. ഇത്തരം നിർദ്ദേശങ്ങൾ പലസ്തീനികളെ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണ് ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയത്. പ്രശ്നമുണ്ടാക്കുന്നത് ആരാണ്? അവരെ സുരക്ഷിതമാക്കാനുള്ള നിർബന്ധമാക്കപ്പെട്ട ബാധ്യതയുള്ള ഹമാസ് ഭരണകൂടം അവരെ പരിചകളാക്കി ഇസ്രായേലിനെ ചൊറിഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ചിങ്ങോട്ടടിച്ചാൽ ഗാസക്കാരാണ് അതിനകത്ത് പെട്ടുപോകുന്നത് എന്നറിയാത്തവരാണോ? പലസ്തീനികളുടെ നാടുകടത്തലിനോ പുറത്താക്കലിനോ സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടാകുമെന്നും സ്വന്തം ജനങ്ങളില്ലാത്ത ഒരു പലസ്തീൻ രാഷ്ട്രം അർത്ഥശൂന്യമാകുമെന്നും ഈജിപ്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഇവര് ഈ ഇസ്രായേലിനെ കയറി ചൊറിയുമ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഈജിപ്തും ഇറാനും ഒക്കെ ഇതിന്റെ ഭവിഷ്യത്ത് രൂക്ഷമായിരിക്കും കേട്ടോ എന്ന്. അല്ലാതെ അവർക്ക് ആയുധവും നൽകി മോട്ടിവേഷനും നൽകി അവരെ ഇസ്രായേലിലേക്ക് തള്ളിവിടുമ്പോൾ പിന്നെ എന്തോ ചെയ്യും? തന്നെയുമല്ല, ഇവിടെ വേറൊരു വിഷയമുണ്ട്. പലസ്തീനികൾ ഇല്ലാത്ത രാജ്യമായി മാറുമെന്ന് ഈജിപ്ത് പറയുന്നുണ്ടല്ലോ. ഈജിപ്തിൽ നിന്നും ജൂതന്റെ രാജ്യത്തേക്ക് കുടിയേറിയ മുസ്ലിങ്ങൾ എങ്ങനെയാണ് പലസ്തീനികളാകുന്നത്? അവരന്ന് കുടിയേറി വന്നിട്ട് ആധിപത്യം സ്ഥാപിച്ചതല്ലേ, പിന്നെങ്ങനെയാണ് ശരിയാകുക? അപ്പോ ഇസ്രായേലിന് ബോംബിട്ട് നശിപ്പിക്കുന്നു, ഇസ്രായേലാണ് ഗാസയുടെ നാശത്തിന് പിന്നിലെന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിയുമ്പം ചിന്തിക്കണ്ടേ? അവരുടെ വെള്ളം കുടിച്ച് അവരുടെ ഇന്ധനവും അനുഭവിച്ച് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിച്ച് തിന്ന് നക്കി അവിടെ തൊഴിലെടുത്ത് പണവും ഉണ്ടാക്കി എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കയറിയപ്പോൾ ഇസ്രായേലിനെ ഒന്ന് ചൊറിയാൻ തുടങ്ങിയതല്ലേ? വിദേശ സഹായവും കുടിയേറ്റവും എല്ലാ കാലത്തും അമേരിക്ക നൽകി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കുടിയേറ്റ നിരോധനവും വിദേശ സഹായ ലംഘനവുമാണ് ഇപ്പോൾ ട്രംപ് മുഖമുദ്രയായി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കുടിയേറ്റക്കാരെ യഥേഷ്ടം വാതിൽ തുറന്ന് സ്വീകരിച്ച ബൈഡൻ കാരണം അമേരിക്കയുടെ സ്ഥിതിഗതികൾ താറുമാറായി. അമേരിക്കക്കാർക്ക് മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം അമേരിക്കയിലുണ്ടായി. ഇപ്പോൾ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് പശ്ചിമേഷ്യ ഏതാണ്ട് സമാധാനമാണ്. അതിനിടയ്ക്ക് ഇസ്രായേലിന് മാരകമായ ബോംബുകൾ നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കൂട്ടക്കൊല ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ജോ ബൈഡൻ തടഞ്ഞു വെച്ചിരുന്നതായിരുന്നു ഈ ആയുധ കരാർ. അതാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത്. 2000 പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപ് ഉത്തരവിട്ടതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബോംബുകൾ നൽകുന്നതിന് മുമ്പ് പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കാൻ ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായിട്ടാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങളോട് വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിവന്ന കൂട്ടക്കൊലയിൽ ആശങ്ക രേഖപ്പെടുത്തിയാണത്രേ ബൈഡൻ ഭരണകൂടം ബോംബ് വിതരണം തടഞ്ഞത്. പലസ്തീനികൾ ഇസ്രായേലിനെ ഇങ്ങോട്ട് കയറി ചൊറിയുമ്പോൾ ഇസ്രായേലിന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇത് നാത്തൂം പോരൊന്നുമല്ല. ഇസ്രായേലിന് തിരിച്ചടിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ആയുധമാണെങ്കിലും സൈനികമാണെങ്കിലും സമ്പത്താണെങ്കിലും ഐഡിയാസ് ആണെങ്കിലും ജൂതനോളം വരില്ല പലസ്തീനികൾ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്ദർഭത്തിൽ തന്നെ ബൈഡൻ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ട്രംപ് ഇതിനെ സംബന്ധിച്ച്. ഒരുപക്ഷെ ട്രംപ് ആയിരുന്നു ബൈഡന് പകരം അമേരിക്ക ഭരിച്ചിരുന്നതെങ്കിൽ ഇതിന് നേരത്തെ യുദ്ധം അവസാനിക്കുമായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞത് ശരിയാണ്. താൻ അധികാരത്തിലെത്തിയാൽ ഉടനെ ഇസ്രായേലിന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ജൂതന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ജൂതന് നിലനിൽക്കേണ്ട ഈ ലോകത്ത് ഇസ്രായേൽ ഓർഡർ നൽകിയ, അതിനുവേണ്ടി പണം നൽകിയ, എന്നാൽ ബൈഡൻ തടഞ്ഞു വെച്ച നിരവധി കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ട് എന്ന് ട്രംപ് ഓപ്പണായിട്ട് തന്നെയല്ലേ പറഞ്ഞത്. വെടിനിർത്തൽ നിലവിൽ വന്നു, ബന്ദികളുടെ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ചയായി ഏതാണ്ട് പലസ്തീൻ ശാന്തമാണ്. ഇപ്പോഴും ഗാസയിൽ സൈനികരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസിന് തിരിച്ചടി വേണ്ടേ? ഇസ്രായേലിന് മുൻകരുതൽ എടുക്കണ്ടേ? അതുകൊണ്ടാണ് നേരത്തെ തന്നെ ട്രംപ് ഭരണം തുടങ്ങിയതോടുകൂടി രാജ്യം ഇതുവരെ ചെയ്തു പോന്ന എല്ലാ വിദേശ സഹായങ്ങളും US നിർത്തിവെച്ചത്. ഈ സഹായം വാങ്ങിച്ചിട്ട് വീണ്ടും US-നെതിരെ തിരിഞ്ഞാൽ എന്തോ ചെയ്യും? എന്നാൽ ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള സൈനിക സഹായം തുടരുമെന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത
ആഭ്യന്തര സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്മോയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചു. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ഉക്രൈന് നൽകി വന്ന ശതകോടി സൈനിക സാമ്പത്തിക സഹായങ്ങളും ഇതിൽപ്പെടും. ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള സൈനിക സഹായത്തെ മരവിപ്പിക്കൽ ബാധിക്കില്ല എന്ന് മെമ്മോ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേലിനെ US വീണ്ടും ആയുധം അണിയിച്ചത്. കാരണം ഗാസയിൽ വീണ്ടും സൈനികരെ സജ്ജമാക്കി ഹമാസ് ഇറങ്ങുമ്പോൾ ഇസ്രായേൽ പിന്നെ എന്ത് ചെയ്യണം? വികസന സഹായം മുതൽ സൈനിക സഹായം വരെയുള്ളവയാണ് നിർത്തിവെച്ചത്. ആദ്യം അമേരിക്കൻ പിന്തുണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ നീക്കം US വിദേശ നയത്തിലെ വലിയ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നതായിട്ടാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ അജണ്ടയ്ക്ക് അനുസൃതമായി ഓരോ പുതിയ സഹായവും അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ നിലവിലെ മരവിപ്പിക്കലാണ് തീരുമാനം എന്ന് ന്യൂയോർക്ക് ടൈംസിന് ലഭിച്ച മെമ്മോയിൽ പറയുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയ ലക്ഷ്യങ്ങളുമായി ഒത്തുപോകൽ ലക്ഷ്യമിട്ടിട്ടുള്ള US വിദേശ സഹായത്തിന്റെ വിശാലമായിട്ടുള്ള അവലോകനത്തിന്റെ ഭാഗമാണ് ഈ നിർത്തൽ. USന്റെ സാമ്പത്തിക സഹായം ഏറ്റവും അധികം കൈപ്പറ്റിയ രാജ്യമാണ് ഇസ്രായേൽ. പലസ്തീനിലെ അങ്ങോട്ട് തിരിച്ചടിക്കാൻ ഇസ്രായേലിന് റൈറ്റ്സ് ഉണ്ട്. ഇസ്രായേലിന് സഹായം ലഭിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഇറാൻ, ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചിട്ട് നിന്നിട്ട് പലസ്തീനെ സഹായിക്കാം, ഹമാസിനെ സഹായിക്കാം. അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ പാടില്ല. ഇതെന്ത് നയമാണ്? ഇത് ഇവിടുത്തെ രീതിയാണ്. നന്ദി.